നമസ്കാരം. ഡിജിറ്റൽ യുഗത്തിൽ ഫിസിക്കൽ ലൈബ്രറികളുടെ ഉപയോഗം കുറയുന്നു എന്നത് ആശങ്കാജനകമായ കാര്യമാണ്. ഇനി നമുക്ക് ഡിജിറ്റൽ ലൈബ്രറികളുടെയും ഫിസിക്കൽ ലൈബ്രറികളുടെയും ഉപയോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. സാഹിത്യ ലോകം ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിയിരിക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ കോണുകളിലുള്ള വായനക്കാർക്കും ഏതാനും ക്ലിക്കുകളിലൂടെ പുസ്തകങ്ങൾ ശേഖരിക്കാൻ ഇന്ന് സാധിക്കും. പഴയ പുസ്തകങ്ങളുടെ ഗന്ധത്തിനും ലൈബ്രറിയുടെ ശാന്തമായ അന്തരീക്ഷത്തിനുമൊക്കെ എന്തോ മാന്ത്രികതയുണ്ട്. അത് ഓൺലൈനിൽ പകർത്താൻ കഴിയാത്ത ഒരു അനുഭവമാണ്. ഒരു കാലത്ത് തിരക്കേറിയ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ലൈബ്രറികൾ. എന്നാൽ ഇന്ന് ശൂന്യമാണ്. ലൈബ്രറി ആണോ അതോ ഫിസിക്കൽ ലൈബ്രറി ആണോ പ്രിഫർ ചെയ്യുന്നത് ആസ് എ സ്റ്റുഡൻറ്? I am preferring physical library. എന്തുകൊണ്ടാണ്? കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ ലൈബ്രറി ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ലൈബ്രറി നേരിട്ട് പോയി വായിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോൾ ലൈബ്രറി ഇപ്പോൾ നമ്മൾ ഒരു ബുക്ക് എടുത്താൽ തന്നെ നമ്മൾ കുറച്ച് നേരം നമ്മൾ ഏത് ലൈബ്രറി നമ്മൾ വായിക്കാൻ സമയം കിട്ടുള്ളൂ. ഇപ്പം നമ്മളൊരു ബുക്ക് സ്വന്തമായിട്ട് ഒരു ബുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കറിയാം നമുക്ക് അതിന് പൈസ കൊടുക്കണം എന്ന്. പക്ഷെ നമ്മുടെ ലൈബ്രറി ആണെങ്കിൽ നമുക്ക് ഏത് ബുക്ക് വേണേലും നമുക്ക് എടുക്കാം. ഞാൻ എപ്പോഴും ഫിസിക്കൽ ലൈബ്രറിയാണ് പ്രിഫർ ചെയ്യുക. ആക്ച്വലി ഞാനൊരു റിസർച്ച് സ്കോളറാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എസ്എച്ചിൻ്റെ ലൈബ്രറി ഫെസിലിറ്റീസ് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് കുറച്ചുകൂടി ഫിസിക്കൽ ലൈബ്രറി ആകുമ്പോൾ നമുക്ക് ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ പൊതുവേ ബുക്സ് വായിക്കാനും ബുക്സായിട്ട് തന്നെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫിസിക്കൽ ലൈബ്രറി പ്രിഫർ ചെയ്യും. ലൈബ്രറിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ലൈക്ക് ഡിജിറ്റൽ ലൈബ്രറീസ് ഓക്കെ, ബിക്കോസ് എല്ലാ ഇൻഫർമേഷനും വി ആർ ഗെറ്റിംഗ് ഓൺ ഹാൻഡ്. പക്ഷേ അല്ലാതെ ലൈബ്രറിയുടെ ഒരു ആംബിയൻസ് കിട്ടണമെങ്കിൽ ഫിസിക്കൽ ഇസ് ഓൾവേസ് ഐ പ്രിഫർ ഡിജിറ്റൽ ലൈബ്രറിയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോൾ ഒരു ഡിജിറ്റൽ യുഗത്തിലാണല്ലോ. ഡിജിറ്റൽ ലൈബ്രറിയുടെ ഏറ്റവും വലിയ നേട്ടം നമുക്ക് മാസീവ് ഇൻഫർമേഷൻ ഒരേ സമയത്ത് ആക്സസ് ചെയ്യാൻ നോക്കാം. ഒരു ജേണൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ബുക്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഒരേ സമയം പല ബുക്സുകൾ നമുക്ക് ഇന്ന സെക്കൻഡ്സ് നമുക്ക് വ്യൂ ചെയ്യാനൊക്കെ. രണ്ട് ലൈബ്രറി ഒരുപോലെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ലൈബ്രറി ആകുമ്പോൾ നമുക്ക് അധികം സ്ട്രെയിൻ കൂടാതെ കണ്ടൻറ്റ് മാറ്റേഴ്സ് ചെയ്യാനൊക്കെ. ഡിജിറ്റൽ ലൈബ്രറി അതുപോലെ ഫ്ലെക്സിബിൾ യൂസിൽ ഉപയോഗിക്കും. ഇവിടെ നമുക്കാണെങ്കിൽ ഇവിടെ വന്നിരുന്നിങ്ങനെ ഒരു ലൈബ്രറി അറ്റ്മോസ്ഫിയർ കിട്ടും. പിന്നെ ഡിജിറ്റലാകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടും. ഇതാകുമ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. ഇതാകുമ്പം ഒറ്റ കുറേ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് ബുക്കിനെ പറ്റി കിട്ടും. അതിൻ്റെ ഡിജിറ്റലൈസ് ഫോം കിട്ടും. ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണമെങ്കിൽ നമുക്കിവിടെ വന്നിരുന്ന് പഠിക്കണമെങ്കിൽ അത് ഫിസിക്കൽ ലൈബ്രറിയാണ് കുറച്ചും കൂടെ ബെറ്റർ. കൂടുതലും ഫിസിക്കൽ ലൈബ്രറിയാണ് പ്രിഫർ ചെയ്യണത്. പക്ഷേ ഇപ്പോൾ ഡിജിറ്റൽ ഇങ്ങനെ ആയിട്ടുള്ള സൗകര്യങ്ങൾ വരുന്നതുകൊണ്ട് ഇപ്പോൾ റിന്യൂ ചെയ്യാനൊക്കെ അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഞാൻ 3 ബുക്ക് എടുക്കുകയാണെങ്കിലും അപ്പോൾ റിന്യൂ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. മെസ്സേജ് ഇപ്പോൾ കറക്റ്റ് സമയത്ത് വരും, ഇപ്പോൾ റിന്യൂ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റിന്യൂ ചെയ്യാനുള്ള ഡേറ്റും ഇതൊക്കെ കൃത്യമായിട്ട് പോകുന്നതുകൊണ്ട് ഫൈനൊന്നും ആവില്ല. അപ്പോൾ ഡിജിറ്റലായിട്ടുള്ളത് ഒരു കോൺസെപ്റ്റ് തന്നെ നല്ലത്. പക്ഷേ ഫിസിക്കലായിട്ട് ഇത്തോടും എനിക്ക് പ്രിഫർ ചെയ്യണം. ഓക്കെ, എന്താണ് താങ്കളുടെ? ഫിസിക്കൽ ലൈബ്രറി, പക്ഷേ കുറച്ച് ഡിജിറ്റലൈസേഷൻ ഇൻക്ലൂഡ് ആയിട്ട്, ലൈക്ക് ഈ റിന്യൂവൽ സംഭവങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അല്ലാതെ ലൈക്ക് സറൗണ്ടിങ്സ് ആണെങ്കിലും ആ ഒരു കുറച്ച് ഓൾഡ് സ്കൂൾ സ്റ്റൈൽ ഇഷ്ടമുള്ളതുകൊണ്ട് ബുക്കിൻ്റെ സ്മെൽ ആൻഡ് എൻവയോൺമെൻ്റ് ഒക്കെ അങ്ങനെ ഫിസിക്കൽ. എന്നിരുന്നാലും സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും അതിരുകൾ മറികടന്നുകൊണ്ട് ഇന്നും പുസ്തകങ്ങളിലൂടെയും സ്ക്രീനുകളിലൂടെയും വായനയോടുള്ള സ്നേഹം ഇന്നും നിലനിൽക്കുന്നു.